ഒരുപാട് സ്ത്രീകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ശരീരത്തിൽ, പ്രത്യേകിച്ചും മുഖത്ത് അനാവശ്യ രോമങ്ങൾ ഉണ്ടാകുന്നു എന്നത്. ഈ രോമം ഒഴിവാക്കുവാൻ വിപണിയിൽ പലതരത്തിലുള്ള ബ്ലീച്ചുകളും വാക്സുകളും ഒക്കെ ലഭ്യമാണ്. എങ്കിലും അവയിൽ അമോണിയ പോലുള്ള കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് മിനിറ്റുകൾ കൊണ്ട് ഈ രോമത്തെ ഒഴിവാക്കാൻ സഹായിക്കുന്ന 2 മാർഗങ്ങളാണ്. അവ എന്തൊക്കെയെന്ന് നോക്കാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും താഴെ ചുവന്ന നിറത്തിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടാവും. അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്താൽ ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ മാർഗം പരിചയപ്പെടാം. ഈ റെമഡി തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ജെലാറ്റിൻ പൗഡറാണ്. ഈ പൗഡർ ഒട്ടുമിക്ക കടകളിലും നിങ്ങൾക്ക് ലഭിക്കും. ജെലാറ്റിൻ പൗഡറിൽ അമിനോ ആസിഡും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ലൂസ് ആകുന്നുവെങ്കിൽ അതിനെ ടൈറ്റാക്കി റിങ്കിൾസ് ഉണ്ടാകുന്നത് തടയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു 2 സ്പൂൺ ജെലാറ്റിൻ പൗഡർ എടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ പച്ചപ്പാൽ, അതായത് തിളപ്പിക്കാത്ത പാൽ ചേർത്ത് കൊടുക്കാം. ഈ പാൽ നമ്മുടെ ശരീരത്തിലെ മൃതകോശങ്ങളെ റിമൂവ് ചെയ്യുന്നതിന് സഹായിക്കും. ഇനി ഇതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജെലാറ്റിൻ മെൽറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ജെലാറ്റിൻ മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിക്കാം. അതിനായിട്ട് നമുക്കൊരു ബൗളിൽ അല്പം ചൂടുവെള്ളം എടുക്കാം. ശേഷം അതിലേക്ക് നമ്മൾ ഈ പാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കണം. ശേഷം ഇത് മെൽറ്റ് ആകുന്നവരെ ഇങ്ങനെ ചൂടാക്കണം. നല്ലതുപോലെ മെൽറ്റ് ആവണം. ഉണ്ടോ, മെൽറ്റായി വരുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് നേരം വെച്ച് നല്ലതുപോലെ ഇത് മെൽറ്റ് ആക്കണം. ഒരു കാരണവശാലും നിങ്ങളിത് മൈക്രോവേവിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചൂടിലോ ഒന്നും വെച്ച് ചൂടാക്കരുത്. ഇങ്ങനെ തന്നെ ചൂടാക്കണം. കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ മെൽറ്റായി വരും. ഇപ്പോൾ ഇത് അത്യാവശ്യം മെൽറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, അത്യാവശ്യം മെൽറ്റായിട്ടുണ്ട്. ഇതിങ്ങനെ എടുത്ത് ഒരു ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ മുഖത്ത് ഈ ചെറിയ രോമങ്ങളുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഇത് സ്ത്രീകളുടെ കാലുകളിൽ, മുഖത്ത് ഒക്കെ ഉണ്ടാകുന്ന ചെറിയ കട്ടി കുറഞ്ഞ രോമങ്ങൾ റിമൂവ് ചെയ്യുന്നതിന് മാത്രമുള്ള ഒരു മാർഗ്ഗമാണിത്. അതല്ലാതെ സ്വകാര്യ ഭാഗങ്ങളിലെയും കക്ഷത്തിലെയും ഒക്കെ വലിയ വലിപ്പമുള്ള രോമമൊന്നും റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗമല്ല. അപ്പോൾ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഇത് ഉണങ്ങുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ വാക്സ് ഒക്കെ തേച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് 5 മിനിറ്റിന് ശേഷം നോക്കാം. അപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കളഞ്ഞ് നോക്കാം. നമ്മൾ ഇളക്കുമ്പോൾ ഒരു കാരണവശാലും ഈ സൈഡിൽ നിന്ന് ഇളക്കരുത്. ഈ രോമത്തിൻ്റെ എതിർ ദിശയിൽ നിന്ന് ഇളക്കാവുള്ളൂ. നിങ്ങൾക്ക് തന്നെ കാണാം, ഇത് അവിടെ ഉണ്ടായിരുന്ന ചെറു രോമങ്ങളെല്ലാം ഇളകി പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് പരിചയപ്പെടാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ നമുക്കൊരു മുട്ടയുടെ വെള്ള പൊട്ടിച്ചെടുക്കാം. വെള്ള മാത്രമേ എടുക്കാവുള്ളൂ. ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 3-4 കഷ്ണം ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് രോമം റിമൂവ് ചെയ്യേണ്ട ഭാഗത്ത് ആദ്യമേ കുറച്ച് മുട്ടയുടെ വെള്ളം ഇങ്ങനെ തേക്കുക. ശേഷം അതിന് മുകളിൽ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കഷ്ണം ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് വെക്കുക. പിന്നീട് അതിൻ്റെ മുകളിലും മുട്ടയുടെ വെള്ളം തേക്കുക. ശേഷം അതിൻ്റെ മുകളിലും ഒരു ടിഷ്യൂ പേപ്പർ വെക്കുക. അതിൻ്റെ മുകളിലും മുട്ടയുടെ വെള്ളം തേച്ച് പിടിപ്പിക്കുക.
ഇങ്ങനെ ഒരു 3-4 ലെയർ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം അതിൻ്റെ എല്ലാം മുകളിൽ ഇങ്ങനെ മുട്ടയുടെ വെള്ള തേച്ച് പിടിപ്പിക്കണം. ശേഷം ഇതിനെ ഉണങ്ങാൻ അനുവദിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് അത്യാവശ്യം നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് രോമത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പതുക്കെ റിമൂവ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ ഉണ്ടായിരുന്ന രോമമൊക്കെ അത്യാവശ്യം ഉണ്ടോ ചെറു രോമങ്ങളൊക്കെ ഇളകിപ്പോയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. നോക്കുക, ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രോമമൊക്കെ ഇരിക്കുന്നത് കാണാം. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിലൊക്കെ ചെറു രോമങ്ങളൊക്കെ ഇതുമേലൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിയ ഈ 2 മാർഗങ്ങളും സ്ത്രീകളുടെ മുഖത്തും കാലുകളിലും കൈകളിലും ഒക്കെ ഉണ്ടാകുന്ന കട്ടി കുറഞ്ഞ രോമങ്ങൾ റിമൂവ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങളാണ്. ഇതുപയോഗിച്ച സ്വകാര്യ ഭാഗങ്ങൾ, അണ്ടർ ആംസ്, അതുപോലെ തന്നെ പുരുഷന്മാരിലെ കട്ടിയുള്ള രോമങ്ങൾ ഒന്നും റിമൂവ് ആകില്ല. സ്ത്രീകൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് മുഖത്തെ രോമം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ ഫേഷ്യൽ ചെയ്താൽ മുഖത്തിന് നല്ല തിളക്കം ലഭിക്കും. ആ വീഡിയോ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ കാണുക. കാണുന്നതിനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒപ്പം മറക്കാതെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.